ഇന്ത്യൻ നാവികസേനയുടെ ശ്രദ്ധേയ പദ്ധതിയായ ദുർഗ 2 പദ്ധതിക്ക് കീഴിൽ 100 കിലോ വാട്ട് ശേഷിയുള്ള ലേസർ ആയുധ പരീക്ഷണത്തിനൊരുങ്ങി DRDO. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ആഗോളതലത്തിൽ യുദ്ധത്തിന്റെ രൂപം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. പരമ്പരാഗത വെടിയുണ്ടകളും മിസൈലുകളും മാത്രമല്ല, ഭാവിയിലെ പോരാട്ടങ്ങളെ നിർണയിക്കുക എന്നത് പ്രതിരോധ രംഗത്തു നിന്നുമുള്ള പുതു കണ്ടുപിടുത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഇന്ത്യയും പ്രതിരോധ രംഗത്ത് അതിശക്തമായ മുന്നേറ്റമാണ് നടത്തിവരുന്നത്. പ്രകാശകിരണങ്ങളെ ആയുധമാക്കിയുള്ള അത്യാധുനിക ലേസർ സംവിധാനം വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ നിർണായക മുന്നേറ്റത്തിലേക്ക് കടന്നിരിക്കുകയാണ്. രാജ്യത്തെ പ്രധാന പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDO വികസിപ്പിക്കുന്ന ശക്തമായ ലേസർ ആയുധമാണ് ഇപ്പോൾ ആഗോളതലത്തിൽ ചർച്ചയായിരിക്കുന്നത്. ദുർഗ 2 പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ചിരിക്കുന്ന പുതു ലേസർ സംവിധാനം അതിമാരകമാണ്. 100 കിലോ വാട്ട് ശേഷിയുള്ള ശക്തമായ പുതിയ ലേസർ ആയുധം നാവികസേനയുടെ യുദ്ധക്കപ്പലുകളിൽ പരീക്ഷിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് DRDO. സാധാരണ ആയുധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ലക്ഷ്യത്തെ തകർക്കാൻ പ്രകാശകിരണങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള ഈ ലേസർ സംവിധാനം ലക്ഷ്യം കണ്ടെത്തുന്ന നിമിഷം തന്നെ പ്രകാശവേഗത്തിൽ അത്യന്തം കൃത്യതയോടെ പൊടുന്നനെ ലക്ഷ്യകേന്ദ്രങ്ങളെ നശിപ്പിക്കും. അതിനാൽ തന്നെ ഡ്രോണുകൾ, ചെറു വ്യോമവാഹനങ്ങൾ, മറ്റു ഭീഷണികൾ എന്നിവയെ ചെറുക്കുന്നതിൽ ഇത്തരം സംവിധാനങ്ങൾ ഏറെ ഫലപ്രദമാണ്. ഇത് യുദ്ധരംഗത്ത് ഇന്ത്യക്ക് വലിയ മുന്നേറ്റം നടത്താൻ സഹായകരമായി തീരുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. യുദ്ധക്കപ്പലുകൾക്ക് നേരെ വരുന്ന പുതുതലമുറ ഭീഷണികൾക്കിടയിൽ പ്രത്യേകിച്ച് ചെറു ഡ്രോണുകളുടെ കൂട്ടയാക്രമണങ്ങൾ ഇന്നത്തെ യുദ്ധ സാഹചര്യത്തിൽ വലിയ വെല്ലുവിളികളാണ് സൃഷ്ടിക്കുന്നത്. ഒരേ സമയം പല ദിശകളിൽ നിന്നെത്തുന്ന ഇത്തരം ലക്ഷ്യങ്ങളെ പരമ്പരാഗത ആയുധങ്ങൾ ഉപയോഗിച്ച് തടയുന്നത് സങ്കീർണവും ചിലവ് ഏറിയതുമായ പ്രക്രിയയാണ്. ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ് ലേസർ ആയുധങ്ങളുടെ പ്രസക്തി ഏറുന്നത്. ഇത്തരത്തിലുള്ള ലേസർ സംവിധാനങ്ങൾ ഒരിക്കൽ സജ്ജമാക്കിയാൽ ഓരോ പ്രയോഗത്തിനും വളരെ കുറഞ്ഞ ചെലവിൽ തന്നെ ആക്രമണം നടത്താനാകുമെന്നത് ശ്രദ്ധേയമാണ്. നാവികസേനയുടെ മുൻനിര യുദ്ധക്കപ്പലുകളിൽ ഈ പൊതു സംവിധാനം വിന്യസിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ കപ്പലുകളെ ലക്ഷ്യമിട്ട് വരുന്ന ഭീഷണികളെ അതിവേഗത്തിൽ തന്നെ തുരത്താനുള്ള കഴിവ് പുതിയ ലേസർ സംവിധാനത്തിനുണ്ട്. അതോടൊപ്പം മിസൈൽ പോലുള്ള വില കൂടിയ ആയുധങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനും ഇത്തരമൊരു സംവിധാനം സജ്ജീകരിക്കുന്നതിലൂടെ കഴിയും. അതുവഴി പ്രതിരോധ ചെലവിലും ഗണ്യമായ കുറവ് വരുത്താനാകും. ലോകത്തിലെ പ്രധാന ശക്തികളായ അമേരിക്ക, ചൈന, റഷ്യ എന്നിവ ഇതിനകം തന്നെ ലേസർ ആയുധ രംഗത്ത് വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. ആ നിരയിലേക്ക് ഇന്ത്യയും വേഗത്തിൽ മുന്നേറുന്നു എന്നതാണ് പുതിയ ലേസർ സംവിധാനത്തിന്റെ വികസനം വ്യക്തമാക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ പിന്തുണയോടെ യുദ്ധരംഗത്ത് മേൽക്കൈ നേടാൻ ലോകശക്തികൾ പരസ്പരം മത്സരിക്കുന്ന സാഹചര്യത്തിൽ ഈ പുതിയ മുന്നേറ്റം ഇന്ത്യക്ക് നിർണായകമായി തീരുന്നു. പ്രകാശകിരണങ്ങളുടെ സഹായത്തോടെ ലക്ഷ്യത്തെ ഭേദിക്കുന്ന പുതിയ സംവിധാനങ്ങൾ പരീക്ഷണഘട്ടം പൂർത്തിയാക്കി വിജയകരമായി സേനയുടെ ഭാഗമാക്കാനായാൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് ഭാവിയിലെ യുദ്ധങ്ങളിൽ വലിയ കരുത്ത് പ്രകടമാക്കാനാകും. അത് ഇന്ത്യയുടെ യുദ്ധ സ്വഭാവം തന്നെ പുതുക്കിയെഴുതും. പരമ്പരാഗത യുദ്ധരംഗങ്ങളിൽ മുഴങ്ങിയിരുന്നത് വെടിയൊച്ചകളായിരുന്നെങ്കിൽ വരാനിരിക്കുന്ന യുദ്ധങ്ങൾ നിശബ്ദവും പ്രകാശകിരണങ്ങളുടെ അതിവേഗ നീക്കങ്ങളിലൂടെ മാരക സ്വഭാവത്തോടു കൂടിയവയും ആയിരിക്കും. അതിലേക്കാണ് ഇന്ത്യയുടെ പുതിയ ചുവടുവയ്പും. വാർത്തയുടെ നിറം തേടി തനിനിറം.